ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മരീനസ് കിച്ചൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല മധുരത്തിൻ്റെ ഒരു റെസിപ്പിയാണ്. ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ഇത് എൻ്റെ ഒരു പരീക്ഷണമല്ല, ആരൊക്കെയോ പരീക്ഷിച്ചിട്ട് യൂട്യൂബിലിട്ട റെസിപ്പിയാണ്. ഞാനിതിങ്ങനെ യൂട്യൂബ് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഹോം പേജിൽ വന്ന ഒരു വീഡിയോ ആണ്. ഒരു ഇംഗ്ലീഷ് ചാനലായിരുന്നു. അപ്പോൾ അതിനകത്ത് കണ്ടപ്പോൾ എനിക്ക് വളരെ ഈസി ആയിട്ട് തോന്നി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റുമാണ്, നല്ല ചോക്ലേറ്റിൻ്റെ രുചിയാണ് കേട്ടോ ഈ ഒരു റെസിപ്പിക്ക്. എന്നാൽ കുക്കിംഗ് ആണെങ്കിൽ വേണ്ടേനും. അപ്പോൾ നമുക്ക് നോക്കിയാൽ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മിൽക്ക് മെയ്ഡാണ് വേണ്ടത്. അതൊരു പാത്രത്തിനകത്തോട്ട് നമുക്ക് ഒഴിക്കുക. ഏകദേശം ഒരു 200 ഗ്രാം മിൽക്ക് മെയ്ഡ് നമുക്ക് ഈ പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. മിൽക്ക് മെയ്ഡ് ജസ്റ്റ് ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത്. അത് അധികം സമയമൊന്നും വേണ്ടി വരില്ല. 30 സെക്കൻഡ് ആകുമ്പോഴേക്കും അത് നന്നായിട്ട് ലൂസായിട്ട് വരും. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്, നല്ല ലൂസായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇത് അടുപ്പത്ത് നിന്ന് മാറ്റാം. ഇതിനകത്തായിട്ട് വേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് കൊക്കോവ പൗഡർ. മിൽക്ക് മെയ്ഡും കൊക്കോവ പൗഡറാണ് നമുക്ക് ആകെ കൂടി ഇതിനകത്ത് വേണ്ടു. കൊക്കോവ പൗഡർ ഏകദേശം ഒരു 3.5 കപ്പ് 4 കപ്പ് വേണ്ടി വരും. കാരണം 200 ഗ്രാം മിൽക്ക് മെയ്ഡ് എടുത്തിരിക്കുന്ന കാരണം. അങ്ങനെ കപ്പ് കണക്കിന് നിങ്ങൾക്ക് അളക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേ ഇപ്പം ഞാൻ കാണിക്കുന്നതാണ്. അതായത് ഒരു സ്പൂൺ വെച്ചിട്ട് കുറേശ്ശെ കൊക്കോവ പൗഡർ ഒരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് അരിച്ചിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 2 സ്പൂണാണ്, വലിയ സ്പൂണാണ്, ടേബിൾ സ്പൂണല്ല ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് അരിച്ചിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിക്കണം, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ചെറിയ ചെറിയ കട്ടകളൊക്കെ ചിലപ്പോൾ കാണും. അപ്പോൾ അതുകൊണ്ട് അരിച്ച് തന്നെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുക്കലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ ആദ്യത്തെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യാനായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതായത് ഒന്ന് കറക്റ്റായിട്ട് എന്താ പറയുക, അതൊന്ന് ഇഴുകി ചേർന്ന് വരണ്ടേ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ ചേർത്ത കൊക്കോ പൗഡർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ലൂസാണ്, അത് നന്നായിട്ട് ടൈറ്റ് ആക്കണം നമുക്ക്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ 2 സ്പൂൺ തന്നെ കൊക്കോ പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് അരിച്ചിട്ട് എടുക്കാൻ പോവാണ്. ഇത് ഹൽവയുടെ പരുവത്തിൽ വേണം എടുക്കാനായിട്ട്. ഇതും നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞോണം, ആ ഹൽവേൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ഒരു ഇച്ചിരി കട്ടിയായിട്ടുള്ളത്, അതാണ് നമുക്ക് വേണ്ടത് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതും കുറച്ച് ലൂസാണ്. ഇത്രയും ലൂസിൽ നമുക്കിത് ചെയ്ത് കഴിഞ്ഞാൽ മുറിക്കുന്ന സമയത്ത് ഒരുപാട് ലൂസായി വരും. അപ്പോൾ കുറച്ചും കൂടി കട്ടിയാക്കണം. കുറച്ചും കൂടി കൊക്കോ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറയണം, കപ്പിൽ അളന്ന് ചേർക്കണേക്കാളും ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കുറച്ചും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇതിൻ്റെ പരുവം ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. കാരണം ഇതേപോലെ മുറിഞ്ഞ് വീഴുന്ന ആ ഒരു പരുവത്തിൽ ഒരു ഇച്ചിരി കട്ടിയിൽ വേണം ഇത് എടുക്കാനായിട്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റാക്കാനുള്ള ബൗള്, ഞാനിങ്ങനെ ഒരു സ്ക്വയർ ആയിട്ടുള്ള ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് റാപ്പിങ്ങിൻ്റെ ഷീറ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇങ്ങനൊരു ഷീറ്റ് എന്തായാലും നിങ്ങൾ വെച്ച് കൊടുക്കണം. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച് ആ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു ഷീറ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് വിടിച്ചെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഷീറ്റ് എന്തായാലും വെച്ചേ പറ്റൂ. നമ്മുടെ എല്ലാ മിക്സും ഇതിനകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പരത്തിയിട്ട് എല്ലാ ഭാഗവും ഈവനാക്കി എടുക്കണം. ഒരു ഇച്ചിരി കട്ടിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ പാത്രം എടുക്കണ്ട, ചെറിയ പാത്രത്തിൽ നിങ്ങൾ സെറ്റാക്കി എടുത്താൽ മതി. എല്ലാ ഭാഗവും റെഡിയാക്കി എടുക്കുക. അങ്ങനെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ മുകളിലോട്ട് കുറച്ച് കൊക്കോ പൗഡർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതേപോലെ. അതിനുശേഷം നമുക്ക് ഇത് ഈ റാപ്പിങ്ങിൻ്റെ ഈ ഷീറ്റ് വെച്ചിട്ട് തന്നെ നന്നായിട്ട് മൂടിയെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ മൂടിയെടുത്ത് കഴിഞ്ഞിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് മിക്സാക്കി, അതായത് എല്ലാ ഭാഗവും ഒന്ന് ഈവനാക്കി കൈകൊണ്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അതാകുമ്പോൾ കുറച്ച് എളുപ്പമുണ്ട്, ഒട്ടി പിടിക്കത്തില്ല. ഇത് ഈസിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇനി ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഏകദേശം ഒരു 2-2.5 മണിക്കൂർ 3 മണിക്കൂർ വെച്ചേക്ക്. ഞാനിത് വെച്ചത് ഓവർനൈറ്റാണ്. ഓവർനൈറ്റ് ആണെങ്കിലും ഏകദേശം ഒരു 4.5 മണിക്കൂർ മാത്രമാണ് ഞാനിത് ഫ്രീസറിൽ വെച്ചത്. അതും ഫ്രീസറിൻ്റെ തണവിൻ്റെ ആ ഒരു സ്വിച്ച് ഉണ്ടല്ലോ, അത് ഏറ്റവും ചെറുതിലിട്ടിട്ടാണ് കേട്ടോ വെച്ചത്. ഇനി നമുക്കിതൊന്ന് പൊളിച്ചെടുക്കാം. പൊളിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ്. ഇത് നന്നായിട്ട് തണുത്തിരിക്കുന്ന കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. ആകെ കൂടി 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ആയ കാരണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.
ഇതുപോലെ ഇതിന് വിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മുറിക്കാം. ഞാനിപ്പോൾ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗം ജസ്റ്റ് ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മുറിച്ച് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഒരു ഇച്ചിരി വലുപ്പത്തിൽ, അത് നിങ്ങൾ കണക്ക് കൂട്ടുക എത്ര വലുപ്പം വേണം, എത്ര വീതി വേണം എന്നുള്ളത്, അതിനനുസരിച്ച് വേണം ഇത് മുറിക്കാനായിട്ട്. മുറിച്ച് കഴിഞ്ഞാൽ ഓരോ നമ്മൾ മുറിച്ചെടുത്തത് നിങ്ങൾക്ക് 2 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണത്തിൻ്റെ ഇതിൽ മുറിക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷേപ്പാക്കി കൊടുക്കാം. റൗണ്ട് ഷേപ്പോ ഓവൽ ഷേപ്പോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ സ്ക്വയറായിട്ട് വെച്ചാലും മതി. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ കുറച്ച് കൊക്കോ പൗഡർ വിതറി കൊടുക്കാം. അതിനുശേഷം ഈ ഓരോ പീസ് നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് സെറ്റാക്കി എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ടും കുറച്ച് കൊക്കോ പൗഡർ വിതറി കൊടുക്കുക. അപ്പോഴാണ് ഒരു രുചിയും കിട്ടുക, കാണാനും ഭംഗി അപ്പോൾ തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഈ ഒരു സ്വീറ്റ് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് അതേപോലെ തന്നെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ മെൽറ്റായിട്ട് വരും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.